ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഐഡൻറ്റിറ്റീസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ അതിലെ പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ ഐഡൻറ്റിറ്റീസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് അഥവാ കോസ് സൈന് അങ്ങനെയൊക്കെയുള്ള രണ്ട് ആംഗിൾസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. സെപ്പറേറ്റ് ആംഗിൾസുകളെ തമ്മിൽ ആഡ് ചെയ്യാം. നേരത്തെ ചെയ്തത് ഒരേ ആംഗിൾസ് വരുമ്പോൾ എന്താണ് ഒരു എന്നുള്ളത് അല്ലേ. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോണത് കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ആംഗിളുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്. അപ്പം കോസ് എക്സ് പ്ലസ് കോസ് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ ബൈ 2, അഥവാ ആ രണ്ട് ആംഗിളുകളെ തമ്മിൽ ആഡ് ചെയ്ത് ദെൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഒന്നും കൂടെ പറയുന്നു, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. Again, cos x minus cos y is equal to minus 2 sin x plus y by 2 into sin x minus y by 2. പിന്നെ sin x plus sin y equal to sin x plus y by 2 into cos x minus y by 2. അപ്പോൾ സൈനിൻ്റെ ആംഗിൾ വരുമ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആംഗിൾ വരുമ്പോൾ അത് പ്ലസ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്, ആദ്യം 2 sin x plus y by 2. എഗെയിൻ സൈൻ മാറി എഗെയിൻ എന്താവുന്നുണ്ട്, കോസായി മാറുന്നുണ്ട്. നേരത്തെ കോസ് എക്സ് മൈനസ് കോസ് വൈ എന്താവുന്നുണ്ട്, രണ്ടും സൈനിലാണ് വന്നിരിക്കുന്നത്. കോസ് എക്സ് പ്ലസ് കോസ് വൈ രണ്ടും കോസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, 2 sin x plus y by 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ആൻഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. സൈൻ എക്സിൽ നിന്നും സൈൻ വൈ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ദെൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പിലുള്ള ഐഡൻറ്റിറ്റീസ് നാലെണ്ണത്തിന് പറഞ്ഞത്. എഗെയിൻ നെക്സ്റ്റ് ഒരു ടൈപ്പ് നോക്കാം. 2 കോസ് എക്സ് കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. കോസ് എക്സ് പ്ലസ് വൈ, അതായത് രണ്ട് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്ത് എന്നിട്ട് കോസ് കൊടുക്കുക. അപ്പോൾ അതാണ് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ, 2 കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. രണ്ടാമത്തേത് പറയുന്നത് -2 സൈൻ എക്സ് സൈൻ വൈ ഈസ് ഈക്വൽ ടു, സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ എന്നുള്ളതാണ്. തേർഡ് 2 സൈൻ എക്സ് കോസ് വൈ ഈസ് ഈക്വൽ ടു, രണ്ട് ആംഗിളുകൾ 2 സൈൻ എക്സ് കോസ് വൈ, നേരത്തെ മൈനസ് ആയി, 2 സൈൻ എക്സ് കോസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. ദെൻ 2 കോസ് എക്സ് സൈൻ വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഈ ഒരു ടൈപ്പ് ഐഡൻറ്റിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഇതുവരെ പറഞ്ഞ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞത്, ഏതൊക്കെ ഐഡൻറ്റിറ്റീസ് ആണ് പറഞ്ഞത്. കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അഗെയിൻ സൈൻ കോസ് എക്സ് മൈനസ് കോസ് വൈ ഈസ് ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 അല്ലേ. അഗെയിൻ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ആൻഡ് പറഞ്ഞത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 5x ബൈ സൈൻ 7x മൈനസ് സൈൻ 5x ഈക്വൽ ടു കോട്ട് എക്സ്. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കോസ് എക്സ് പ്ലസ് കോസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ അറിയേണ്ടുള്ളൂ, ദെൻ അതിൻ്റെ ഐഡൻറ്റിറ്റീസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിത് അവിടെ എഴുതുന്നു, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഇസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ആൻഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2.
അപ്പോൾ ഈ രണ്ട് ഐഡന്റിറ്റീസും നമുക്ക് അറിഞ്ഞാലാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു, ഇവിടെ ആൻസർ എഴുതുകയാണ്. LHS എന്നാ പറഞ്ഞത് cos 7x plus cos 5x by sin 7x minus sin 5x. എന്നിട്ട് എന്താ നമുക്ക് കിട്ടേണ്ടത്? RHSലേക്ക് എത്തണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ വാല്യൂസ് അപ്ലൈ ചെയ്യാം. cos x plus cos y, എക്സിന് പകരം ഇവിടെ എന്താ? ഇതാണ് ഇവിടെ നമുക്ക് എക്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇത് 5x എന്ന് പറയുന്നതാണ് നമ്മുടെ y എന്താന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 2 cos x, എക്സിന് പകരം എന്തുണ്ട്? 7x, വൈക്ക് പകരം ഇവിടെ എന്താണ്? 5x by 2 into നെക്സ്റ്റ് cos 7x minus 5x by 2 all divided by 2. നേരത്തെ sin x minus sin y, അപ്പം അതിന് എന്താ? 2 cos 7x plus 5x by 2 into sin 7x minus 5x by 2. അപ്പോൾ നോക്കൂ, ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. 2 ക്യാൻസൽ ആണ്. cos 7x plus 5x by 2, ഇവിടെയും cos 7x plus 5x by 2. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ ഇവിടെ? cos by sin. ഇവിടെ ഈ ആംഗിളിനെ മാത്രം ക്യാൻസൽ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് കോസിന്റെ ആംഗിൾ ആണ്, ഇവിടെ സൈനിന്റെ ആംഗിൾ. ഇവിടെ ക്യാൻസൽ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടും കോസിന്റെ ആംഗിൾ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്യാൻസൽ ചെയ്തത്. ഇവിടെ ആംഗിൾ കാരണം ഇത് രണ്ടും ഒരേപോലെ അല്ലേ എന്ന് കരുതിയിട്ട് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഒന്ന് കോസിന്റെ ഒന്ന് സൈനിന്റെയാണ്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. cos 7x minus 5x എത്രയാ? 7x minus 5x 2x അല്ലേ. അപ്പം 2x by 2 by sin എന്താ വരുന്നത്? 2x by 2 ഈക്വൽ ടു 2നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ വരുന്നുണ്ട്? cos 2x by 2 എന്താ വരാ? cos x, 2 ക്യാൻസൽ ആയി, by sin x. cos by sin എന്താ വരുന്നത്? cos by sin is equal to cot x equal to RHS. കണ്ടോ? ഇതല്ലേ നമുക്ക് കാണേണ്ടത്? cos by sin is equal to cot x, അതാണ് RHS. അപ്പം ഇങ്ങനെയാണ് ഇതിന് എളുപ്പമാണ്. പക്ഷേ എളുപ്പമാവണമെങ്കിൽ എന്താവണം? ആ രണ്ട് ഐഡന്റിറ്റീസ് എന്താന്ന് അറിയണം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that sin 5x minus 2 sin 3x plus 2 sin 3x plus sin x by എന്താ വരുന്നത്? cos 5x minus cos x. cos 5x minus cos x is equal to tan x. ഇവിടെ നോക്കൂ, നേരത്തെ വന്ന പോലല്ല. sin 5x minus 2 sin 3x plus sin x അല്ലേ. ഇവിടെ 3 ടേം, നേരത്തെ sin x plus sin y, cos x plus cos y. അപ്പോൾ ഇവിടെ ഇതിന് തന്നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. LHS ഈക്വൽ ടു ഇവിടെ sin 5x plus sin x. എന്നിട്ട് ഇതിനൊന്ന് ഞാൻ ആ ടേമിനൊന്ന് അങ്ങോട്ട് മാറ്റി എഴുതിയെന്ന് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. by cos 5x minus cos x. കണ്ടോ? cos 5x ഫസ്റ്റ്, ഈ തേർഡ് ടേമിനെ ഞാൻ ഇങ്ങോട്ട് സെക്കൻഡ് ടേം എടുത്തത്. ഇപ്പൊ എന്താ ഇവിടെ? sin x പ്ലസ് sin y അല്ലെ. sin x പ്ലസ് sin y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ നോക്കാം. 2 sin x പ്ലസ് sin y നേരത്തെ പറഞ്ഞെന്തായിരുന്നു? 2 sin x പ്ലസ് y by 2. അപ്പം x പ്ലസ് y എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 5x പ്ലസ് x by 2 ഇൻറ്റു എന്ത് വരുന്നുണ്ട്? cos x minus y by 2, 5x minus x by 2. ഇനി ഇത് കൊടുക്കാം minus 2 sin 3x. ഇവിടെ sin x plus sin y യുടെ ഇത് കൊടുത്തു 2 sin x plus y by 2 into cos x minus y by 2
all divided by cos x minus cos x y എന്താ cos x minus cos y എന്ത് വരുന്നുണ്ട് -2 sin x plus y അപ്പം 5x plus x by 2 into cos x minus cos y is equal to -2 sin x plus y by 2 into sin x minus y by 2. ഇപ്പൊ ഇതൊന്ന് നോക്കൂ 2 sin ഒന്ന് ചെറുതാക്കാം 5x plus x എത്ര 6x 6x by 2 2 6x by 2 എത്ര വരുന്നത് sin 3x into cos 5x minus x 2 4 by 2 2x minus 2 sin 3x by minus 2 sin 6 sin 3x 5x x 6x by 2 3x into sin 2x. ഇപ്പൊ നോക്കൂ ഈ ഒരു ടേമിൽ ഇവിടെ 2 sin 3x ഉണ്ട് ഇവിടെയും 2 sin 3x ഉണ്ട് അല്ലേ അപ്പൊ അതിനെ നമ്മൾ ഒന്ന് പുറത്തെടുക്കുന്നു 2 sin 3x into ഇവിടെ ബാക്കി എന്തുണ്ട് cos 2x minus 1 by ഇവിടെ എന്താ വരുന്നത് -2 sin 3x minus sin x ഇവിടെ മൈനസ് അല്ല ഇവിടെ ഇൻറ്റു ആണ് അപ്പൊ ഇവിടെ 2 sin 3x ഇവിടെ ഉണ്ട് ഇവിടെ 2 sin 3x ഇവിടെ ഉണ്ട് അല്ലെ ബാക്കി വരുന്നത് എന്തുണ്ട് 1 minus cos 2x ഇതിനൊന്ന് തിരിച്ചെഴുതാണെന്നുണ്ടെങ്കിൽ 1 minus cos 2x by minus sin 2x അപ്പോ 1 minus cos 2x ന് നമ്മളൊരു ഐഡന്റിറ്റി എഴുതിയിട്ടുണ്ട് എന്തുണ്ട് 2 sin square x 2 sin square x 2 sin square x by 2 sin x cos x 2 sin x cos x ഇവിടെ ഒന്ന് തിരിക്കുമ്പോൾ ഇവിടുത്തെ മൈനസ് പോകുന്നു കേട്ടോ ഓക്കെ അപ്പം 2 ക്യാൻസൽ ആയി ഒരു സൈന് ക്യാൻസൽ ആകുന്നു ബാക്കി എന്തുണ്ട് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് സൈൻ ബൈ കോസ് ഈക്വൽ ടു tan x ഈക്വൽ ടു RHS ഒന്ന് നോക്കൂ cos 5x plus sin x minus 2 sin 3x by cos 5x minus cos x അപ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് അവിടെ കിട്ടില്ല അതിനെ ഒന്ന് മാറ്റിയിട്ടാണ് ഇത് അതുപോലെ എഴുതിയിരിക്കുന്നത് അപ്പോൾ sin x plus sin y അത് ആ ഫോർമുല കൊടുത്തിരിക്കുന്നത് 2 sin x plus y by 2 അപ്പോൾ അത് അങ്ങനെ കൊടുത്തു വരുമ്പോഴേ നമുക്കിത് അവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ഈ രണ്ട് ടേമിൽ നിന്നും 2 sin 3x കോമൺ ആയിട്ട് എടുത്തു ബാക്കി എന്തുണ്ട് cos 2x minus 1 എന്നുണ്ട് അല്ലേ ഇവിടെ ഒരു cos 2x ഇവിടെ ഒരു minus 1 by minus 2 sin 3x ക്യാൻസൽ ആയി പോകുന്നു ബാക്കി മൈനസ് sin 2x ഉള്ളത് അപ്പോൾ cos 2x minus 1 അല്ല നമുക്ക് അറിയുന്നത് 1 minus cos 2x ആണ് നമുക്ക് അറിയുന്നത് അപ്പോൾ അതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ 1 minus cos 2x ആകുന്നു ഈ മൈനസ് പ്ലസ് ആകുന്നു ഇവിടുത്തെ പ്ലസ് മൈനസ് ആകുന്നു ഓക്കെ അപ്പോൾ 1 minus cos 2x by ഇവിടുത്തെ മൈനസ് കൊണ്ടും പോകും രണ്ട് ടേമിനെയും അതായത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൈനസ് കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് അപ്പോൾ 1 sin 2x ആയി 1 minus cos 2x എന്ന് പറഞ്ഞാൽ എന്താ 2 sin square x ആണ് അപ്പോൾ 2 sin square sin 2x പറഞ്ഞാൽ എന്താ 2 sin x cos x ഇതൊക്കെ നമ്മൾ ഐഡന്റിറ്റീസ് ഇങ്ങനെ പഠിച്ചിട്ടാണ് അപ്പോൾ ഓരോ ഐഡന്റിറ്റീസും ഓരോ സമയത്തും അഥവാ ഓരോ സിറ്റുവേഷനിലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ sin 2x പറഞ്ഞാൽ 2 sin x cos x അപ്പോൾ ഇവിടുത്തെ ഒരു sin x ഉം ക്യാൻസലായി 2 ക്യാൻസലായി ബാക്കി ഇവിടെ ഉള്ളത് sin x ഉം താഴെയുള്ളത് cos x ആണ് അപ്പോൾ sin by cos എന്ന് പറഞ്ഞാൽ എന്താണ് tan ആണ് അപ്പം അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത് ഇനി ചെയ്യണം വേണോ അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും നോക്കുക ഈ ഇക്വേഷൻസ് sin x ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം sin 5x plus sin 3x by cos 5x plus cos 3x is equal to tan 4x ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് പറയുന്നത് cos 9x minus cos 5x by sin 17x minus sin 3x equal to sin 2x by cos 10x
അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ഇവിടെ ഈ ഐഡൻറ്റിറ്റീസ് ഉള്ള എല്ലാ ടോപ്പിക്കും നമ്മുടെ കഴിയാണ്. ഇനി അതിലൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.